കേന്ദ്ര ബഡ്ജറ്റുമായി ഇതിന് ബന്ധമില്ല. കാരണം ഇത് ഇന്റർനാഷണൽ പ്രശ്നങ്ങളായതുകൊണ്ട് പിന്നീട് കേന്ദ്ര ബഡ്ജറ്റിൽ ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി 15 ആയിരുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് 6 ആക്കി കുറച്ചു. ഇത്തവണ അത് 3% കുറയ്ക്കാനുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്വർണത്തിന്റെ GST 3% എന്നുള്ളത് 1% വരാനുള്ള ഒരു നീക്കം കൂടെ കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ അല്പം ആശ്വാസം ഇതിനകത്ത് ഉണ്ടാവുമെങ്കിലും ആ വില കുറയാൻ അത് സാധ്യമാവുകയില്ല. കാരണം ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ, ഈ യുദ്ധങ്ങളും ഈ ട്രംപിന്റെ പോളിസികളും ഒക്കെ ഇപ്പോഴും പഴയ പോലെ നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വില കൂടാൻ തന്നെയാണ് സാധ്യത. അതാണ് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ വിവിധ വിഷയങ്ങൾ ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടി നിൽക്കാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇത് ചർച്ച ചെയ്യുന്നതുമാണ്. ഇത്രത്തോളമൊക്കെ സ്വർണ്ണവില ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഒരു ദിവസം പോലും ഇത് താഴേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഇപ്പോൾ 2 തവണയാണ് സ്വർണ്ണവില കൂടിയിരിക്കുന്നത്. ഇനി ഒരു ദിവസം 3 തവണയൊക്കെ കൂടിയതൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് എത്ര വരെ കൂടാനാണ് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്? അതായത് പ്രതീക്ഷ നമ്മൾ വെച്ചിരുന്നത്, നമ്മൾ മുൻ ചർച്ചകളിലെല്ലാം പറഞ്ഞിരുന്നത്, ഒരു മാസം മുമ്പുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞത് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ 14,000 എത്തുമെന്നുള്ളതായിരുന്നു. അതിപ്പത്തെ 15 കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി പല നിഗമനങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് 1.5-2 ലക്ഷം രൂപയോളം പവൻ എത്തുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഇതൊരു കച്ചവടക്കാരെയും കസ്റ്റമേഴ്സിനെയും 2 കൂട്ടരെയും പൊതുജനങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത ക്രൈസിസിലോട്ടാണ് പോകുന്നത്. കച്ചവടങ്ങളൊക്കെ കുറയാനുള്ള സാധ്യതകൾ വരുന്നു. സാധാരണക്കാരന് സ്വർണം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ എല്ലാവരെയും ഇത് ബാധിക്കുകയാണ്. അതാണ് ഈ സ്വർണം വിൽക്കാനുള്ളൊരു കാര്യത്തിലേക്കാകും ആളുകൾ പോകുന്നത്. അത് ഇപ്പോൾ ഏറെക്കുറെ ഈ ഒരു വിലയിൽ അത് ശരിയുമാണ്. കാരണം വാങ്ങാൻ എന്തായാലും കഴിയില്ല, അത്രത്തോളം വലിയ ഒരു നിലയിലേക്ക് ഈ സ്വർണ്ണവില പോവുകയാണ്. പക്ഷേ ഈ സ്വർണം ഇങ്ങനെ വിൽക്കുമ്പോൾ ഇനിയും വരും ദിവസങ്ങളും ഇങ്ങനെ സ്വർണ്ണവില കൂടുകയാണെങ്കിൽ ഇപ്പോൾ വിൽക്കാതെ ഇനിയും വരുന്ന ദിവസങ്ങൾ വിൽക്കുന്നതായിരിക്കുമോ നല്ലത്? അതെ, അങ്ങനെ ജനം പ്രതീക്ഷിക്കുമല്ലോ. കാരണം ഈ വർഷം തന്നെ ഇത് കൂടി പോകുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പൊ ജനങ്ങളും ചിന്തിച്ചു തുടങ്ങും ഇതൊന്നും, അതായത് ഒരു സ്വർണ്ണവില വന്ന് സ്റ്റഡി ആയിട്ട് കുറച്ച് ദിവസം അല്ല 1 ആഴ്ച 2 ആഴ്ചയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് കച്ചവടത്തിന് പ്രയോജനകരമായിട്ട് വരും. പക്ഷേ ഇത് എന്നും ഇത് കൂടി പോകുന്ന ട്രെൻഡ് ആയതുകൊണ്ട് ജനങ്ങളും വിചാരിക്കുക എന്നാ പിന്നെ നോക്കാം, ഒരാഴ്ച നോക്കാം, അല്ലെ 10 ദിവസം നോക്കാം, അല്ലെ 2 ദിവസം നോക്കാം, വില കൂടുമോ. അങ്ങനെ അവര് പ്രതീക്ഷിക്കുമ്പോഴൊക്കെ തന്നെ ഇത് വില കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അത്യാവശ്യം ഇല്ലാത്തവരെ സംബന്ധിച്ചോളം ഗോൾഡ് വിൽക്കാൻ മടി കാണിക്കും. എന്നാൽ മാക്സിമം ആയിട്ട് കൊടുക്കാമെന്ന് ചിന്തിക്കും. അതാണ് ഈ സ്വർണ്ണവില കുറയുന്നത് നോക്കിയിരുന്ന് സ്വർണം വാങ്ങാമെന്ന് കരുതിയിരിക്കുന്നിടത്താണ് ഇപ്പോൾ സ്വർണ്ണവില കൂടിക്കഴിഞ്ഞാൽ പോയി വിൽക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് ആളുകൾ പോകുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ ഒരു ഇന്നിപ്പോൾ 2 തവണയാണ് സ്വർണ്ണവില കൂടിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ട്രംപിൻ്റെയൊക്കെ ഒരു നിലപാടും അതെല്ലാം ഈ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടി തന്നെ നിൽക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ വേണോ നമ്മൾ നിൽക്കാൻ? എപ്പോഴെങ്കിലും ഒരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കണോ? ഈ അടുത്ത ദിവസങ്ങളിലും അടുത്ത മാസങ്ങളിലും നമ്മളൊരു വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പുറത്തുള്ള ട്രംപിന്റെയും മറ്റുള്ള രാജ്യങ്ങളുടെയും ഒക്കെ ഈ യുദ്ധഭീഷണിയും ട്രംപിന്റെ പോളിസികളും ഒക്കെ ഒന്നിനൊന്ന് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മെച്ചമാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നെങ്കിലും അതൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നമുക്ക് പ്രതീക്ഷയ്ക്കെല്ലാം ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് അടുത്ത് നമ്മൾ ഒരു വില കുറവിനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പലരുടെയും നിഗമനം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ വെള്ളി വിലയുടെ കാര്യം എങ്ങനെയാണ്? അതും ക്രമാതീതമായി കൂടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ക്രമാതീതം എന്നല്ല, വളരെ അധികം ഈ പറയുന്ന ക്രമാതീതമായി സ്വർണത്തെക്കായാലും സത്യത്തിൽ പെട്ടെന്ന് വെള്ളിയും വില കൂടുകയാണ്. കാരണം
ഇത് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത് ഈ വെള്ളി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജനങ്ങള് ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന കൊലസ് അല്ലെങ്കിൽ പാദസരം, മാല, കമ്മല് അതിന്റെ ഉപയോഗമല്ല ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം. ഉള്ള വിൽപ്പനയുടെ 60% വെള്ളിയുടെ 60% ഉപയോഗം പോകുന്നത് ഇൻഡസ്ട്രിയലി ആണ്. അപ്പൊ നമുക്കിപ്പം പറഞ്ഞല്ലോ മറ്റേ ഈ ഇലക്ട്രിക് കാറുകള്, EV കാറുകളിലൊക്കെ ബാറ്ററിക്ക് ഒരു ബാറ്ററി ഉണ്ടാക്കാൻ 1 കിലോ വെള്ളിയാണ് ആവശ്യം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഫോണുകൾക്കകത്ത് മറ്റേ തുടങ്ങിയ ഈ പറയുന്ന ഉപകരണങ്ങളിലൊക്കെ പലതിലും സോളാറില് ഒക്കെ ഈ വെള്ളി ആണ് ഉപയോഗത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് 60% യൂസേജ് ഇൻഡസ്ട്രിയലി പോകുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ ആഭരണ രംഗത്തോട്ട് വരുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ കണക്ക് ക്രമാതീതമായി കൂടാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.